വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളൊരു ജേർണലിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു ഗേൾസ് തീം ജേർണലിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോയ്സ് തീം ജേർണലിംഗ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഫസ്റ്റ് തന്നെ വേണ്ടത് നമുക്കൊരു ബുക്കാണ്. ഇത് എന്റെ ബുക്കാണ്. ഇതാണ് എന്റെ ബുക്ക്. കുറച്ച് ലൈനൊക്കെ ഇട്ട ബുക്ക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുക. എന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കുറേ ഇത് നമ്മുടെ സ്കെച്ച് ഉണ്ട്, കളർ മറ്റേ വാട്ടർ കളർ ഉണ്ട്, ക്രയോൺ ഉണ്ട്, പിന്നെ കുറേ ഗേൾസിന് സ്റ്റിക്കർ ഉണ്ട്, പിന്നെ വേറെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ ചെറിയ ബുക്ക് ഉണ്ട്, പെയിൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ, ബ്രഷ് പെൻസ് ഉണ്ട്, പിന്നെ സിസേഴ്സും അങ്ങനത്തെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തിട്ട് ഞാനിങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് ഈ പെൺകുട്ടീനോട് വെച്ചിട്ട് അതിന് ഡ്രസ്സൊക്കെ ഒട്ടിക്കും. പിന്നെ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. ആ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊട്ടിക്കും, അത് കഴിഞ്ഞിട്ട് ഇതൊട്ടിക്കും. എന്നിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, അത് ഞാൻ ഒട്ടിക്കും. പിന്നെ എഴുതാനൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്രിയേഷൻ. ഒരു ഗേളി തീമിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഗേൾസിൻ്റെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറും ഒരു കോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിവേദിത എന്ന് എഴുതി, എൻ്റെ നെയിം എഴുതി. പിന്നെ സൺഡേ ഫൺഡേ അങ്ങനെ എഴുതിയിട്ട് കുറേ സ്റ്റിക്കേഴ്സും ഇങ്ങനത്തെ മോണിൻ്റെയും ഐസ്ക്രീമും ഹലോ കിറ്റീൻ്റെ ഒക്കെ ഒട്ടിച്ച് കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്രിയേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തിരി എന്നാലും രസമാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ രസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു. എന്തൊക്കെയാ വരച്ചെന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, ഫാമിലി സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ഗ്രീനും ഗോൾഡും ബ്ലൂ ലൈറ്റ് ബ്ലൂവും ബ്ലൂ ഗോൾഡും അതൊക്കെ കൊടുത്തു. പിന്നെ സ്റ്റിക്കേഴ്സ് ഒത്തിരി ഒട്ടിച്ചു. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ചെയ്യൂ ഗൈസ്. നിങ്ങൾ ഇങ്ങനത്തെ ജേർണൽ ചെയ്തതാണെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.